ഹായ്, ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസ് ഷാനവാസ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് ഗെയിം ഷാനവാസ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ ബിഗ് ബോസ് വിളിച്ച് ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നു. അതായത് ഒരു പ്രാങ്ക്, ഒരാളെ പുറത്താക്കുന്ന പ്രാങ്ക് ആണ്. അത് ആരെയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. ആദിലയാണ് എന്ന് ഷാനവാസ് പറയുന്നു. ഷാനവാസ് കൃത്യമായി ചോദിക്കുന്നുണ്ട്, ശരിക്കും പുറത്താക്കില്ലല്ലോ എന്ന് കൃത്യമായി അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ 5 പേരെ കൺവിൻസ് ചെയ്യണം, ആദിലേക്ക് വോട്ട് ചെയ്യാൻ 5 പേരെ കൺവിൻസ് ചെയ്യണം എന്ന് പറയുന്നു. ഷാനവാസ് എല്ലാം ഓക്കെ പറയുന്നു. ഷാനവാസ് പോകുന്നു. പക്ഷേ ഷാനവാസ് ആരെയും കൺവിൻസ് ചെയ്യുന്നില്ല. ഒരുപാട് സമയം ഉണ്ടായിട്ടും ഷാനവാസ് ആരെയും കൺവിൻസ് ചെയ്യുന്നില്ല. അതിനുശേഷം ബിഗ് ബോസ് വീണ്ടും ഷാനവാസിനെ വിളിപ്പിക്കുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നപ്പോൾ ഷാനവാസ് തിരിച്ചു ചോദിക്കുന്നു, ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷമല്ലേ കൺവിൻസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അല്ല, അതിന് മുൻപ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ബിഗ് ബോസ് പറയുന്നു. അതിനർത്ഥം ഷാനവാസ് ഇതുവരെ ബിഗ് ബോസ് ഗെയിം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ രണ്ടാമത് വിളിച്ച് ഷാനവാസിനോട് ബിഗ് ബോസ് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഷാനവാസിന്റെ ഒരു പ്രകടനമുണ്ട്. തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രകടനമാണ്. അതായത് ഷാനവാസിനോട് ബിഗ് ബോസ് പറഞ്ഞത്, ഒരാളോട് മാത്രമേ ഈ കാര്യം പറയാൻ പറ്റുകയുള്ളൂ, അതായത് ഇത് പ്രാങ്ക് ആണ് എന്ന് ഒരാളോട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ, ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യണമെന്ന്. അവിടെയാണ് ഷാനവാസിന്റെ കളി. ഷാനവാസ് അവിടെ ഞെട്ടിച്ചു കളഞ്ഞു. അതായത് മറ്റുള്ള ഒരാൾക്ക് പോലും ഇത് പ്രാങ്ക് ആണ് എന്നറിയില്ല, ഒരു സീക്രട്ട് ടാസ്ക് ആണ് എന്നറിയാം. അത് മാത്രമേ ഷാനവാസ് പറഞ്ഞിട്ടുള്ളൂ. അവിടെ പല കാര്യങ്ങളും മറ്റുള്ളവരോട് ഷാനവാസ് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കിട്ടും, ഇത് കിട്ടും. ഞാനാണ് പറഞ്ഞത് ആദിലയെ നോമിനേറ്റ് ചെയ്യാം എന്ന്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആദിലയുടെ പേര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളോട് ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദിലയുടെ പേര് പറഞ്ഞത്. എന്തായാലും നമ്മളൊക്കെ പുറത്തു പോകേണ്ട ആൾക്കാരാണ്. ഇവിടെ ആരെ പുറത്താക്കണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദിലയുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ആരിൻ്റെ പേര് പറഞ്ഞില്ല, ലക്ഷ്മിയുടെ പേര് പറഞ്ഞില്ല എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നു. എനിക്കിപ്പോൾ ആദിലയോടാണ് ദേഷ്യം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച്, അതായത് കറക്റ്റായിട്ട് ഓരോരുത്തരെയും പറ്റിച്ച് ആദിലയ്ക്കെതിരെ വോട്ട് ചെയ്യിപ്പിക്കുന്നു. അവിടെയാണ് ഷാനവാസിന്റെ ബ്രില്യൻസ്. തീർച്ചയായും ഞെട്ടിപ്പിച്ചു കളഞ്ഞു, എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. പ്രാങ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി പറയുന്നുണ്ട്, ഇതാണ് പ്രാങ്ക്, അതായത് അവരെ പോലും ഞെട്ടിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതായത് ആർക്കും അറിയില്ല ഇത് പ്രാങ്ക് ആയിരുന്നു എന്ന്, ആർക്കും അറിയില്ല. അത് ഷാനവാസ് ഗംഭീരമായി ചെയ്തു. ഒരു പക്ഷേ ആദിലെ പുറത്താക്കാൻ മറ്റാരെ കൊണ്ടും പറ്റുമായിരിക്കും, പക്ഷെ അവിടെ കുറച്ച് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഷാനവാസ് ഗംഭീരമായി ചെയ്തു. ആദിലയോടും നൂറയോടും ഷാനവാസ് ഉടക്കുന്നത്, അതിനുശേഷം പുറത്തു പോകാൻ നേരത്ത് ആദില കൈ കൊടുക്കുമ്പോൾ ഷാനവാസ് കൈ കൊടുക്കാതെ മാറി നിൽക്കുന്നത്, ആദില ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ എല്ലാവരെയും വിളിക്കുമ്പോൾ ഷാനവാസിനെ വേണ്ട എന്ന് പറയുന്നത്, ഷാനവാസ് മാറി നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് എപ്പിസോഡിൽ. അതൊരു ഗംഭീര സീനായിരുന്നു. അതിനുശേഷം ഇത് പ്രാങ്ക് ആണ് എന്ന് മനസ്സിലാവുന്നു. ഷാനവാസിന് കിട്ടിയ സീക്രട്ട് ടാസ്ക് ആണ്, അതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. അവിടെ ഷാനവാസിന്റെ ഒരു നിൽപ്പുണ്ട്. അവിടെ എല്ലാവരും ചിരിക്കേണ്ട സമയമാണ്. തീർച്ചയായും ഷാനവാസിന്റെ ആ നിൽപ്പിൽ നമ്മൾക്ക് സങ്കടം വരുന്നേ. അദ്ദേഹം ജെന്യുവനായിട്ടൊരു മനുഷ്യനാണ്. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഈ പറയുന്ന ആദിലയോടും നൂറയോടും നല്ല രീതിയിലുള്ള സ്നേഹമുണ്ട്. പക്ഷെ ആദിലയ്ക്കും നൂറയ്ക്കുമോ? തീർച്ചയായും അതില്ല. ഇന്നലെ അനുമോളോട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ലൈവ് കണ്ട ആൾക്കാർക്ക് കൃത്യമായി അറിയാം എത്ര സമയമാണ് ഷാനവാസിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിനോട് അത്രയ്ക്കും വൈരാഗ്യമുണ്ട് അവർക്ക്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ പറയുന്ന ആദിലയും നൂറയും. പക്ഷെ അവരുടെ കെട്ടിപ്പിടുത്തത്തിൽ നമ്മൾക്ക് വിശ്വാസമില്ല. പക്ഷെ ഷാനവാസിന്റെ ആ നിൽപ്പ്, അത് സങ്കടം തോന്നിപ്പിക്കും. അദ്ദേഹം ജെനുവിനാണ്. പല പ്രേക്ഷകർക്കും ഷാനവാസിന്റെ ആ നിൽപ്പിൽ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടാവും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എല്ലാവരും ഷാനവാസിനെ അഭിനന്ദിക്കുന്നു. ഷാനവാസ് ഗംഭീരമായി എന്ന് പറയുന്നു. എല്ലാവരും ബിഗ് ബോസ് വരെ അനൗൺസ് ചെയ്യുന്നു ഷാനവാസ് തകർത്തു എന്ന്. കൃത്യമായി ഷാനവാസ് ആ സാധനം മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിലുള്ള കോണ്ടന്റ് ബിഗ് ബോസിന് കൊടുക്കുകയും ചെയ്തു. ബിഗ് ബോസ് വീട്ടിൽ റിയലായി നിൽക്കുന്ന ഒരു വ്യക്തി അത് ഷാനവാസ് മാത്രമാണ്. ഷാനവാസിന്റെ നന്മ പ്രേക്ഷകർ തിരിച്ചറിയും. അതിന്റെ സൂചന ഇന്നലെ രാത്രി മുതൽ കിട്ടിയിട്ടുണ്ട്. അതെന്താണ് എന്ന് പിന്നെ പറയാം. ഷാനവാസിന്റെ നന്മ പ്രേക്ഷകർ തിരിച്ചറിയും, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും സീക്രട്ട് ടാസ്ക് പ്രാങ്ക് എല്ലാം ഗംഭീരമായിട്ട് ഷാനവാസ് ചെയ്തു. ഇത് ഷാനവാസിന് പ്രേക്ഷകർക്കിടയിൽ ഗുണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിലും അത് ബിഗ് ബോസ് ഗെയിമിൽ ഷാനവാസിന് പണി കിട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ആദില നൂറ ഷാനവാസുമായി പാച്ചപ്പ് ആവുന്ന ഒരു സാധനമാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. അവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഏത് നിമിഷവും പണി കിട്ടും. ഷാനവാസിനാണെങ്കിൽ അവരെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസ് വീണ്ടും ആ ഒരു രീതിയിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് അവരെ ചേർത്ത് പിടിക്കുമോ എന്നുള്ളൊരു പേടി തീർച്ചയായും ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. പ്രാങ്ക് ഷാനവാസ് പൊളിച്ചടുക്കി ഗംഭീരമാക്കി, ഒരു രക്ഷയില്ല. ഇതാണ് കളി, ഇതാണ് വേണ്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.